വേദിയിലെ ബഹുമാന്യരെ, സദസ്സിൽ ഇന്ന് ഡോക്ടർമാരായി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടർമാരെ, സദസ്സിലെ മുനവറയിൽ തങ്ങളടക്കമുള്ള ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും ചാരിതാർത്ഥ്യമുള്ളൊരു മുഹൂർത്തമാണിത്. 5 വർഷം MBBS പഠനം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികൾ സമൂഹത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങാനുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഈ കോൺവൊക്കേഷനോട് കൂടി നേടിയിരിക്കുകയാണ്. ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം തിരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളത് അവരുടെ മനസ്സിലാണുള്ളത്. ഇനി ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടോ, അതല്ല ഡോക്ടർമാരായി എവിടെയെങ്കിലും നേരിട്ട് ജനങ്ങളെ സേവിക്കാൻ പോവുകയാണോ എന്നതെല്ലാം അവരുടെ തീരുമാനം അനുസരിച്ചാണ് വരുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതേ ബാച്ചിന് വൈറ്റ് കോട്ട് നൽകുന്ന സെറിമണിയിലും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി എന്നത് വലിയ ഒരു സന്തോഷം തന്നെയാണ്. ഇത്രയും ബന്ധുക്കൾ ഈ 2 സെറിമണിയും കൂടി ആയപ്പോൾ ഈ ബാച്ചിനോട് ഒരുപാട് ബന്ധുത്വം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ആദ്യം തന്നെ ഈ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, ഇപ്പോൾ കുട്ടികളല്ല, പ്രിയപ്പെട്ട ഡോക്ടർമാർക്കെങ്കിലും ഞങ്ങളുടെ കുട്ടികളാണ്, ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നേരുകയാണ്. നിങ്ങൾ വളരെ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് പോകുന്നത്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല. ഈ പ്രൊഫഷൻ എല്ലാ കാലത്തും വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ മാത്രമായിട്ടുള്ളതല്ല. മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുകയാണ് ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. മറ്റേതൊരു ജോലിയേക്കാളും മഹത്തരമായിട്ടുള്ള ഒരു ജോലിയാണിത്. 5 വർഷക്കാലം നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം അടുത്തു നിന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടിയെന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിട്ട് ഞാൻ കാണുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയായിക്കൊണ്ട് നിങ്ങളെപ്പോലുള്ള അസംഖ്യം ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർമാരുടെ മനസ്സും പ്രവൃത്തിയും നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വലിയ ടീം, ഹെൽത്ത് കമ്മ്യൂണിറ്റി, നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും താഴെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സും ഹെൽത്ത് ഇൻസ്പെക്ടറും JHIയും ആശാ വർക്കർമാരും അക്രഡിറ്റഡ് ഹെൽത്ത് വർക്കേഴ്സാണ്. അവരടക്കമുള്ള ഒരു വലിയ സ്വത്ത് തന്നെ ആരോഗ്യ മേഖലക്കുണ്ട്. അത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള അസറ്റാണ്. അവരാണ് ഈ നാടിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താൻ പരിശ്രമിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി ആ രാജ്യത്തിൻ്റെ ആരോഗ്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണകർത്താക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മൾ കണക്ക് കൂട്ടാറുണ്ട്, ഈ നാടിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഈ നാടിൻ്റെ സാമ്പത്തിക വികസനം, അതെല്ലാം മുന്നോട്ടാണോ പോകുന്നത്, താഴോട്ടാണോ? ഇതാണ് ചർച്ച. ഈ പൊളിറ്റിക്സ്, ഈ രാഷ്ട്രീയം നമ്മളെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ ചിലപ്പോൾ ഇതുപോലുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോൾ ചിലർ ചില ഇൻട്രാക്ഷനൊക്കെ വിളിക്കും. തമ്മിൽ ചില ചോദ്യങ്ങളും ഉത്തരവൊക്കെയായി വളരെ രസകരമായിട്ടുള്ള മീറ്റിങ്ങുകളായിരിക്കും അവ. ചെന്ന ഉടനെ ഒരു കുസൃതി ചോദ്യം അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടോ? അത് ചോദിക്കുമ്പം ആദ്യം തന്നെ എല്ലാവരുടെയും മുഖമൊന്ന് മങ്ങും. ഈ ടീച്ചർ ഇവിടെയും വന്നിട്ട് വേണ്ടാത്ത രാഷ്ട്രീയം പറയാൻ പുറപ്പെടുകയാണോ? അപ്പം ഞാൻ അവരോട് ചോദിക്കും, എന്താ രാഷ്ട്രീയം? രാഷ്ട്രീയമെന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത്. നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സോഷ്യലിസ്റ്റ് സോവറിൻ റിപ്പബ്ലിക്കാണ്. ഇപ്പം ഈ അടുത്ത നാളിലാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം നാം ആഘോഷിച്ചത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം, ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി വെച്ചതുപോലെ ഈ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവരിലും, എല്ലാ പൗരന്മാരിലും നിക്ഷിപ്തമായിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോക്രസി നിലനിർത്താൻ,
ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാണ്. പരിപൂർണ അവസര സമത്വം. ഓരോ കുഞ്ഞിനും ആരോഗ്യത്തോടെ ജനിക്കാനുള്ള അവസരം, അതാണ് ഏറ്റവും ആദ്യത്തേത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് എവിടെയാണ്? വളരെ ആരോഗ്യമുള്ള ഒരു പരിസ്ഥിതിയിൽ അതിന് ജനിക്കാൻ അവസരം കിട്ടുക. കേരളത്തിൽ 100% എന്ന് തന്നെ പറയാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറിയാണ് നടക്കുന്നത്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ റിമോട്ടായിട്ടുള്ള ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആരും അസിസ്റ്റ് ചെയ്യാനില്ലാതെ കൊച്ചു കുടിലുകളിൽ മരച്ചോട്ടിൽ ഒക്കെ പ്രസവിക്കുന്ന അവസ്ഥ സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. കേരളം വളരെ മാറിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും അങ്ങനെ ആകുന്നത് വരെ സമാധാനിക്കാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ പറയാറില്ലേ, നോ വൺ ഈസ് ഹെൽത്ത് അണ്ടിൽ എവരി വൺ ഈസ് ഹെൽത്ത്. കോവിഡ് വന്നപ്പോൾ നല്ലോണം പഠിച്ചല്ലോ. കേരളത്തിനൊരു തുരുത്തായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ പെടാപ്പാടുപെട്ടു. നമ്മൾ ഒട്ടാകെ വളഞ്ഞു വെച്ച് കേരളത്തെ കോവിഡിൽ നിന്ന് രക്ഷിക്കാൻ എന്തൊക്കെ സർക്കസാണ് കാണിച്ചത്. അതിന് ഫലമുണ്ടായി. പക്ഷേ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കോവിഡ് ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വേരിയൻ്റ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് വരും. വിമാനം കയറി വരും. ഇപ്പോൾ യാത്രാ സൗകര്യമൊക്കെ വളരെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിലെ 3-ാം ലോക രാജ്യങ്ങളടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും മനുഷ്യരുടെ ആരോഗ്യം സുരക്ഷിതമായാലേ എല്ലാവരും സുരക്ഷിതമാവും. ഞാൻ ഈ ചെറിയ സമയം കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം. കക്ഷി അതൊന്നും ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും ചേർന്നിട്ടില്ലെങ്കിലും പൊളിറ്റിക്സ് ആവാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട, ഈ രാജ്യത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ചുറ്റുപാടിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിലിടപെടുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളെല്ലാവരും ഇടപെടാൻ പോവുകയാണ്. ആരോഗ്യമില്ലാത്ത ഒരു ജനതയെ ആരോഗ്യമുള്ള ഒരു ജനത, ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ള ഒരു ജനതയാക്കി മാറ്റിയെടുക്കാനുള്ള വലിയ ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 5 കൊല്ലത്തെ MBBS പഠനം മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും എല്ലാം കീറി മുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് നിങ്ങൾ. എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് അവിചാരിതമായിട്ട് ഒരാരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരിടേണ്ടത്, എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സുസ്ഥിരത നിലനിൽക്കേണ്ടത്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠിച്ചതെല്ലാം സമൂഹത്തിൽ പ്രയോഗിക്കുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മനസ്സിനും ശരീരത്തിനും സുസ്ഥിരത ലഭ്യമാകുന്നു. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും ആരോഗ്യം നന്നായാൽ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കൂടും, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കും. പിന്നെ അതിൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും കൂടി ആയാൽ ഈ രാജ്യം സുഭിക്ഷമായിട്ട് ജീവിക്കും. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് ഭരണാധികാരികൾക്ക് വേണം. അതുപോലെ തന്നെ സെക്കുലറിസം. നിങ്ങളിപ്പോൾ എല്ലാ ജാതി മത വിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയല്ലോ. ഈ ഡോക്ടർ ഏതാ ജാതി, ഈ ഡോക്ടർ ഏതാ മതം എന്ന് നോക്കിയിട്ടാണോ പേഷ്യൻ്റ് നിങ്ങളടുത്ത് വരിക? ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ആയിക്കൂടാ. അങ്ങനെ ആക്കാൻ ചിലരൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. നമ്മളൊരിക്കലും അതിന് കീഴടങ്ങരുത്. മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ അവിടെ ജാതി മതമൊന്നുമില്ല. നിങ്ങൾ ബിരുദധാരികളാണ്, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. നിങ്ങളുടെ മുന്നിൽ ഹതാശനായിട്ടൊരു രോഗി വരുമ്പോൾ ഒരിക്കൽ പോലും മനസ്സിൻ്റെ 4 അയലത്ത് പോലും ഈ രോഗി ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന ചിന്ത പാടില്ല. നിങ്ങൾക്കതില്ല എന്ന് എനിക്ക് നല്ലതായിട്ടറിയാം. പക്ഷെ അത് ഉണ്ടാക്കാൻ ആര് പരിശ്രമിച്ചാലും നമ്മളതിന് കീഴടങ്ങരുത്. നമ്മൾ മനുഷ്യരാണ് എന്ന് മാത്രം കാണുന്നവരായിരിക്കണം. ഈ രാജ്യം സോഷ്യലിസത്തിലേക്ക് പോകണമെന്നാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്താ സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഈ സമൂഹത്തിൽ അധ്വാനിക്കാൻ അവസരമുണ്ടാവുക, അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭ്യമാവുക, സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കുക. കടുത്ത തൊഴിലില്ലായ്മ വലഞ്ഞു നിൽക്കുമ്പോൾ ആ സന്തോഷം അസ്തമിച്ചു പോകുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമ്മൾ കൂട്ടായി പരിശ്രമിച്ചേ മതിയാവുകയുള്ളൂ. നിങ്ങളും ഗവൺമെൻറ് സർവീസിലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2016 ഞാൻ ആരോഗ്യമന്ത്രിയായി വന്ന ഉടനെ ഗവൺമെൻറ് സർവീസിലേക്ക് വരാനൊരു വിമുഖതയാണ് കണ്ടിരുന്നത്. എന്നാൽ നിപ്പയോടും കോവിഡിനോടും എല്ലാം ഏറ്റുമുട്ടി നമ്മൾ മുന്നേറുമ്പോൾ ഡോക്ടർമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇവിടെ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. അതുകൊണ്ടൊരു ജോലി കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഗവൺമെൻറ് സർവീസിൽ കിട്ടുമെങ്കിൽ അങ്ങനെ, സ്വകാര്യ മേഖലയിലാണ് അങ്ങനെ, സ്വയം വ്യക്തിപരമായിട്ട് നിങ്ങൾ ഒരു ക്ലിനിക്കുമൊക്കെയായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏത് മേഖലയിലായാലും ആത്മാർത്ഥമായിട്ട് സമീപിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ സോവറിനിറ്റി
സംരക്ഷിക്കാനും നാം ഇടപെടണം. അപ്പോൾ നിങ്ങൾ ഡോക്ടർമാർ മാത്രമല്ല, ഇന്ത്യയുടെ പൗരന്മാരാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സിറ്റിസണാണ്. ആ ബോധം മറന്നു പോകരുത്. അതുകൊണ്ട് സോഷ്യൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ആ ബോധമുള്ളവർക്ക് മാത്രമേ മുന്നിൽ വരുന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് ഒരു സാമൂഹ്യ ധർമ്മമാണെന്ന് വിചാരിക്കാൻ സാധിക്കുകയുള്ളൂ. ധാരാളം വായിക്കണം, ചുറ്റുപാടുകളെ അറിയണം. ഒരു രോഗി മുന്നിൽ വന്നിരിക്കുമ്പോൾ ആ രോഗിയുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർക്ക് മാത്രമേ മനസ്സിനും ശരീരത്തിനും ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ യാന്ത്രികമായി പോകും പ്രവർത്തനം. വരും, 2 പാരാസ്റ്റമോൾ ഗുളിക എഴുതും, സുഖായാലും ഇല്ലെങ്കിൽ ശരി, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന മട്ട് അപൂർവം ചിലർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം പേരും മുന്നിലിരിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഞാൻ വിചാരിച്ചാൽ ഇവർക്ക് എത്രമാത്രം ആശ്വാസം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നവരാണ്. ഈ ഹെൽത്ത് സർവീസിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി വരുന്നത് വരെ എൻ്റെ ഒരു ധാരണ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രായമുള്ള ഡോക്ടർമാർ മാത്രമാണ് നല്ല ഡോക്ടർമാർ. ചെറുപ്പക്കാരൊക്കെ ഒരുമാതിരി ചോക്ലേറ്റ് ബോയ്സ് ആൻഡ് ഗേൾസായി വന്നിട്ട് ഇവർക്കൊന്നും സമൂഹത്തോടൊരു പ്രതിബദ്ധത ഇല്ല എന്നൊക്കെ ആയിരുന്നു ഒരു തെറ്റിദ്ധാരണ. ഞാനത് തിരുത്തിയിരിക്കുന്നു. കോവിഡ് നിപ്പയെല്ലാം വന്നപ്പോൾ എത്ര ചെറുപ്പക്കാരാണ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അന്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നല്ല സ്മാർട്ടായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അവരെയൊന്നും എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഞാൻ അവരെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. നിങ്ങൾ അതേ ആളുകളുടെ ഗണത്തിലേക്ക് പോവുകയാണ് എന്നോർക്കുമ്പോൾ നിങ്ങളെ ചൊല്ലി അഭിമാനിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർമാരെ, ആരോഗ്യമേഖലയിൽ ഒരുപാട് ചെയ്യാനുണ്ട്. 5 വർഷമെന്ന് പറയുന്നത് എത്ര ചെറുതാണ് എന്ന് എനിക്ക് ഓർമ്മ വന്നത് ആരോഗ്യമന്ത്രിയായി 5 വർഷം നിന്നപ്പോഴാണ്. ആരോഗ്യം മാത്രമല്ല, സാമൂഹ്യനീതിയും വനിതാ ശിശു വികസനവും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ പോർട്ട്ഫോളിയോയിൽ. പക്ഷേ കുറേ പ്രകൃതി ദുരന്തങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും കാലമായതുകൊണ്ട് എനിക്ക് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടി വന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. മോഡേൺ മെഡിസിൻ ഉണ്ട്, ഇൻഡിജിനസ് മെഡിസിനും ഉണ്ട്. മോഡേൺ മെഡിസിൻ കഴിഞ്ഞവർക്ക് ഇൻഡിജിനസ് മെഡിസിനോടൊരു അതൃപ്തിയൊന്നും ഉണ്ടാവണ്ട. അത് തീരെ മോശമാണെന്നൊരു സങ്കല്പമൊന്നും ഉണ്ടാകണ്ട. ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് വരണം. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയും പോലെ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്തിയിട്ട് ആയുർവേദക്കാർ ഓപ്പറേഷൻ ചെയ്യാൻ സന്നദ്ധരാവണമെന്ന് പറയുന്നതല്ലത്. അവരുടെ കരിക്കുലത്തിൽ മാറ്റം വരുത്താം. ആയുർവേദം വളരെ നല്ല ദിനചര്യയും ഋതുചര്യയും ഒക്കെ പാലിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരായ ഡോക്ടർമാരടക്കം മോഡേൺ മെഡിസിനും ആയുർവേദ ഡോക്ടർമാരും എല്ലാം ചേർന്ന് ചില സങ്കീർണമായ പ്രശ്നങ്ങളുടെ കുരുക്കഴിച്ച് എവിടെ മോഡേൺ മെഡിസിൻ പ്രയോഗിക്കണം, എവിടെ ആയുർവേദം പ്രയോഗിക്കണം, ഒരു രോഗിയെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പരിശ്രമിക്കുന്നത്. ആ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഭാവിയിൽ കൂടുതൽ ശക്തമായിട്ട് വരും. നിങ്ങൾക്കൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു, ഇത് വെല്ലുവിളികളുടെ കാര്യമാണ്. ഒരുപാട് സുനോട്ടിക് ഡിസീസസ്, ഈ സുനോസിസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ പ്രകൃതിയിൽ ആകെ ഒരു കുഴപ്പമൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു, അതുപോലെ ഈ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ ചില കാരിയേഴ്സ്, ചില വൈറസിൻ്റെ കാരിയേഴ്സ്, ഇപ്പോൾ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സാണ് നിപ്പ വൈറസിൻ്റെ കാരിയേഴ്സ് ഞാൻ പഠിച്ചത് നിപ്പ വന്നപ്പോഴാണ്. സാധാരണഗതിയിൽ ആ വൈറസ് ബാറ്റ്സിലുണ്ട്. പക്ഷേ അവ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആകുമ്പോൾ ഈ വൈറസിൻ്റെ ആധിക്യം ഉണ്ടാകുകയും അത് പുറത്തേക്ക് ഉമിനീരിലൂടെയോ മറ്റോ വമിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് സ്പർശിക്കുന്ന മനുഷ്യരിലേക്കും വൈറസ് കടന്നു വരുന്നു. അതുമാത്രമല്ല, പുതിയതായിട്ട് വരുന്ന ഒട്ടേറെ ഡിസീസസ്, ഏറ്റവും അവസാനം വന്ന സാർസ് കൊറോണ വൈറസ് 2, കൊറോണ ഫാമിലിയിൽപ്പെട്ട വൈറസ്, സാർസും മെർസും പോലെ കൊറോണ വൈറസ് 2 വന്നു. അതിന് COVID-19 എന്ന് വിളിച്ചു. അതുതന്നെ ഇപ്പം എന്തെല്ലാം വേരിയൻസ് ആയിട്ട് മാറിയിരിക്കുന്നു, മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അതിങ്ങനെ പടർന്ന് നടക്കുന്നുണ്ട് നാട്ടിലൂടെ. ഇതിനൊക്കെ എങ്ങനെയാണ് പിടിച്ച് കിട്ടുക? നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എപ്പോഴും സജീവമായിരിക്കണം. കേരളത്തിൽ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നമ്മൾ ചെയ്ത പ്രവർത്തനം എന്താ? നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി ഈ വൈറസിൻ്റെ പൊട്ടൻഷ്യലിനേക്കാൾ മേലെ നിർത്തുക. ഒരിക്കൽ പോലും ഈ വൈറസിൻ്റെ പൊട്ടൻഷ്യൽ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ത്രഷ്ഹോൾഡിന് മേലെ വരാതിരിക്കാൻ പരിശ്രമിക്കുക. അതുകൊണ്ടാണ് 2020 ജനുവരിയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു പ്രത്യേക സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തത്. വെല്ലുവിളികളുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ. മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിക്കണം. ടെസ്റ്റ് എന്ന് WHO പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ആലോചിച്ചിട്ട്
ഹെൽത്ത് കമ്മ്യൂണിറ്റി ആലോചിച്ചിട്ട് പറഞ്ഞു, അതല്ല കേരളത്തിൻ്റെ മുദ്രാവാക്യം. ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ് ആൻഡ് ട്രീറ്റ്. തുടക്കത്തിൽ ഇതാർക്കും അത്ര ദഹിച്ചില്ല. എല്ലാവരും കൂട്ടത്തോടെ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 2 ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സാമഗ്രികൾ വേണ്ടത്ര മാർക്കറ്റിൽ ലഭ്യമായിരുന്നില്ല അന്ന്. ടെസ്റ്റ് കിറ്റ്സ് ആകെ കിട്ടുന്ന ടെസ്റ്റ് കിറ്റ് എടുത്ത് ഈ സിംറ്റം ഉള്ള ആളി ഇല്ലാത്ത ആളി എല്ലാം ടെസ്റ്റ് ചെയ്ത് തീർക്കണോ? ഇതാണ് ചോദ്യം. ഞങ്ങൾ പറഞ്ഞു വേണ്ട. വരുന്ന ആളുകളെ, ഇത് ഇമ്പോർട്ടൻറ്റ് വൈറസാണ്, വെളിയിൽ നിന്ന് വരികയാണ്, അവരെല്ലാം ക്വാറന്റൈൻ ചെയ്യുക, സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, സർവൈലൻസ് ശക്തമാക്കുക, സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക, പോസിറ്റീവ് ആണെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നവരെ ക്വാറന്റൈൻ ചെയ്യുക. ഇതിന് മറ്റാരുടെയും സമ്മതം കാത്തുനിന്നാൽ ശരിയാവുമായിരുന്നില്ല. അസംബ്ലിയിൽ പ്രതിപക്ഷം പോലും പറഞ്ഞു, എന്താ ടീച്ചറെ ഇത്, എല്ലാവർക്കും വരട്ടെ, ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവട്ടെ. അതുകൊണ്ട് മിറ്റിഗേഷൻ മെത്തേഡ് അതാണ് അമേരിക്ക സ്വീകരിക്കുന്നത്, അതാണ് UK സ്വീകരിക്കുന്നത്, അതാണ് സ്വീഡൻ സ്വീകരിക്കുന്നത്. ഇത്രമാത്രം വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പാണ്. നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം, നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവണം, നമുക്ക് റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം, അതാണ് ഏറ്റവും ഉചിതം. റീസണബിലിറ്റി, ഇതൊക്കെ വളരെ പ്രധാനമാണ് നിങ്ങളുടെ ജോലിയിലും. ഞങ്ങൾ വിദഗ്ധരൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലാണ്. ഈ സമൂഹത്തിലേക്ക് വൈറസിനെ അങ്ങ് തുറന്നു വിട്ടാൽ 60 വയസ്സിന് മേപ്പെട്ടുള്ള ആളെല്ലാം മരിച്ചു പോകും. വാക്സിനൊട്ട് വന്നിട്ടുമില്ല. ഞാനൊരു സാധാരണ സ്കൂൾ ടീച്ചറാണ്, ഇവിടെ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ സയൻസ് ടീച്ചറാണ്. എനിക്ക് സയൻസിൽ വിശ്വാസമുണ്ട്, സയൻസിൻ്റെ ശേഷിയിൽ വിശ്വാസമുണ്ട്. എനിക്ക് ഉറപ്പായിരുന്നു ഒരു 5-6 മാസം കൊണ്ടെങ്കിലും ഈ COVID-19 ഒരു വാക്സിൻ വരുമെന്ന്. കാരണം വാക്സിൻ കണ്ടുപിടിക്കാനുള്ള തകൃതിയായ പരിശ്രമത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. അത് നമുക്ക് വിശ്വസിക്കാം. മുൻപൊക്കെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വൈറസിനെ കീഴടക്കാനുള്ള വാക്സിൻ വരുന്നതെങ്കിൽ ഇത്തവണ താരതമ്യ വേഗം വന്നു. വരുന്നത് വരെ ഈ മനുഷ്യരിലേക്ക് കോവിഡ് എത്താതെ നിൽക്കുന്നതിനാണ് കണ്ടെയ്ൻമെൻറ്റ് മെത്തേഡ് സ്വീകരിച്ചത്. വൈറസ് ഇൻഫെക്ഷൻ കൂടാതിരിക്കാൻ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ പരിപാടി കൊണ്ടുവന്നത്. സോപ്പ്, സാനിറ്റൈസർ, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്, SMS വലിയ ക്യാമ്പയിനായിരുന്നു. റിവേഴ്സ് ക്വാറന്റൈൻ, പ്രായമുള്ളവരെ പുറത്തിറങ്ങാൻ വിടാതെ വീട്ടിൽ. അവരെ ജയിലിലടക്കാൻ പറ്റില്ല. അവിടെ വോളണ്ടിയേഴ്സൊക്കെ ചെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഡയബറ്റിക്കിൻ്റെ മരുന്നുണ്ടോ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ ഗുളികയുണ്ടോ നിങ്ങളുടെ കയ്യിൽ, ഇല്ലെങ്കിൽ ഇതാ ഞങ്ങൾ കൊണ്ടുതരുന്നു. ഈ അസിസ്റ്റൻസ് നൽകാൻ കേരളം തയ്യാറായി. അതൊന്നും വിശദീകരിക്കുന്നില്ല, അതൊരു ബൃഹത്തായ പ്രവർത്തനമായിരുന്നു. അതിൽ ഗവൺമെൻറ് സെക്ടർ ഒറ്റക്കായിരുന്നില്ല. തുടക്കം മുതൽ കേരളത്തിലെല്ലാ പ്രൈവറ്റ് മേഖലയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മഹാമാരികളെ നേരിട്ടത്. ഡോക്ടർ ആസാദ് മൂപ്പനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ സമയത്തെല്ലാം എന്തൊരു സപ്പോർട്ടായിരുന്നു. ഇവിടെ ഈ കോളേജ്, ഈ മെഡിക്കൽ കോളേജ് കോവിഡിൻ്റെ ഐസൊലേഷൻ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു. വയനാട്ടിൽ വേറെ ഒന്നും ആശ്രയിക്കാനില്ല. നിങ്ങളെല്ലാവരും, നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങളും, അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും എല്ലാവരും ഓരോ പോസിറ്റീവ് കേസ് വരുമ്പോഴും ഐസൊലേഷൻ വാർഡിൽ അവരെ ശുശ്രൂഷിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് ഈ കൂട്ടായ്മ വലിയ മഹത്തരമായിട്ടുള്ള ഒന്നാണ്. ഗവൺമെൻറ് സെക്ടറിനെ നന്നായി ടെക്നോളജിക്കലി ഡെവലപ്ഡായി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കിഫ്ബിയിൽ നിന്ന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഓരോ മാസവും കിട്ടുന്ന 10-20 ലക്ഷം വീതം ഒരു വലിയ മെഡിക്കൽ കോളേജിന് കൊടുത്താൽ ഒന്നും കാണാനുണ്ടാവില്ല. പക്ഷേ കിഫ്ബിയിൽ നിന്ന് 2-3,000 കോടി കിട്ടിയപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് 10-700 കോടിയൊക്കെ വരുന്ന മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അവർക്ക് ആദ്യഘട്ടം നൽകി പ്രവർത്തനം തുടങ്ങി. ബാക്കി കുറേശ്ശെയായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വമ്പിച്ച മാറ്റാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലുണ്ടായത്. താലൂക്ക് ജില്ലാ ആശുപത്രികളിലും വലിയ കെട്ടിടങ്ങളും മോഡുലാർ തിയേറ്ററുകളും ഒക്കെയായി വരുന്നു. 3 സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഡിസ്ട്രിക്ട് തലത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും പേടിപ്പിച്ചു, കാർഡിയോളജിസ്റ്റിനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി. ഇന്ന് ജില്ലാതലത്തിൽ കാത്ത് ലാബ് ഉണ്ട് ഗവൺമെൻറ് സെക്ടറിൽ. കിട്ടി, കാർഡിയോളജിസ്റ്റിനെയൊക്കെ കിട്ടി. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നുണ്ട് അവിടെ. ഇനി എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും അത് പൂർത്തിയായി വരികയാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനം പ്രൈമറി സെക്ടറാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പണ്ട് കോപ്പി എഴുതി പഠിച്ചിട്ടുണ്ട്, അക്ഷരം നന്നാവാൻ. അതുമാത്രമല്ല, പ്രിവെൻഷനാണ് ഉചിതമെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഹെൽത്ത് സംബന്ധിച്ചിട്ടുള്ള
സമ്മേളനങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അൽമാത്ത ഡിക്ലറേഷൻ, അസ്താന ഡിക്ലറേഷൻ, ഏറ്റവും അവസാനം 2015 UN ഡിക്ലറേഷൻ. അതിന് മൂന്നാമത്തെ കമ്പോണൻറ്റ് ഹെൽത്താണ്. നിങ്ങളെല്ലാം വായിക്കണം. 17 കമ്പോണൻ്റ് ഉണ്ട്. SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതിൽ 3rd കമ്പോണൻറ്റ് ഹെൽത്തിനെ സംബന്ധിച്ചാണ്. അതിലും പറയുന്നത് പ്രിവെൻഷന് വേണ്ടി പ്രൈമറിയെ നമ്മൾ ശക്തമാക്കണം. ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി PHCകളെ മാറ്റാൻ കേരളം എടുത്ത തീരുമാനം കോവിഡ് കാലത്ത് സഹായിച്ചിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖം പരിശോധിക്കാനുള്ള COPD ക്ലിനിക്കുകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്. അതുകൊണ്ട് ILI സാരി കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ കോവിഡിൻ്റെ കാലത്ത് പ്രൈമറി സെക്ടറിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊന്നും പൂർത്തിയായിട്ടില്ല, ഇനിയും ഒരുപാട് ചെയ്യാനിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ രോഗപ്രതിരോധത്തിൽ ഊന്നി ജീവിതശൈലികൾ മാറ്റി രോഗം വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ശരീരത്തിനുണ്ടാക്കി രോഗത്തെ ചെറുക്കാനുള്ള നടപടിയിലേക്ക് ജനങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഹെൽത്ത് സെക്ടറിൽ ഹെൽത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സെക്ടറിൽ 600 ഹോസ്പിറ്റലുകൾ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡ് കൊടുത്തു തുടങ്ങി. സമ്പൂർണ്ണ ട്രോമ കെയർ സിസ്റ്റം ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല സിമുലേഷൻ സെൻറ്റർ അതും ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ട്രെയിനിങ് തുടങ്ങി. 315 ആംബുലൻസുകൾ നല്ല ബേസിക് ലൈഫ് സപ്പോർട്ടോടുകൂടി കേരളത്തിൽ വിന്യസിക്കാൻ 108 ആംബുലൻസുകൾ വിന്യസിച്ചിട്ടുണ്ട്. നമ്മളെല്ലാറ്റിലും ഒന്ന് കൈവച്ചിട്ടുണ്ട്. ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കണ്ടമാനം പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അധ്യാപകർ, ഏത് അസുഖം വന്നാലും ജലദോഷമുണ്ട് എന്നാൽ അപ്പം ഇരിക്കട്ടെ ആൻറ്റിബയോട്ടിക്. അങ്ങനല്ല ഒരു നല്ല ഡോക്ടർ ചെയ്യേണ്ടത്. ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാം. വൈറസ് അതിനെ കൊണ്ട് ഒന്നും കാര്യമാക്കാനില്ല. ആൻറ്റിബയോട്ടിക്സ് ധാരാളം കൊടുത്ത് പകുതി കഴിച്ച് പകുതി വലിച്ചെറിഞ്ഞ് മണ്ണിലും ആൻറ്റിബയോട്ടിക് കലർന്നു. മനുഷ്യ ശരീരത്തിലും ആൻറ്റിബയോട്ടിക്കിൻ്റെ ആധിക്യമുണ്ടാകുമ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ചില മൈക്രോബ്സ് അതിന് റെസിസ്റ്റൻസ് ഉള്ളതായി വളരുകയും പിന്നെ ഇത് കഴിച്ചാൽ സുഖപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. കേരളം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് വേണ്ടി ഒരു പ്രത്യേക പോളിസിയും ഇടപെടലും ടൺ കണക്കിന് അൺയൂസ്ഡ് ആൻഡ് എക്സ്പയർഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്ന കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ടേമിൽ ഞങ്ങൾ അയച്ചിരുന്നു എന്നുള്ളതും. ഇങ്ങനെ ഓരോന്നും ഞാനതെല്ലാം പറയുന്നില്ല, എല്ലാ മേഖലയിലും ഒന്ന് സ്പർശിക്കാൻ സാധിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പുതിയ ഗവൺമെൻറ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ ചുരുക്കുന്നു. ഡോക്ടർമാർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എല്ലാവരും PGക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. MBBS എത്ര നല്ല ബിരുദമാണ്. പക്ഷെ വന്ന് ഈ PG എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാതായിരിക്കുന്നു. ഇനി PG എടുത്താലും ആത്മവിശ്വാസക്കുറവ് ചിലപ്പോൾ വരികയാണ്. ഞാൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഒരു MBBS പാസ്സായ ഡോക്ടർക്ക് പ്രസവം എടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ പഠിക്കുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. നേരത്തെ ഞങ്ങളുടെ ആ നാട്ടിൽ പാറുക്കുട്ടി സിസ്റ്ററായിരുന്നു അവിടെ പ്രസവം എടുത്തുകൊണ്ടിരുന്നത്. ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായാലും പയ്യന്നൂർ ഒരു സ്ഥലത്ത് ഹോസ്പിറ്റൽ എന്താ പ്രസവം എടുക്കാത്ത താലൂക്ക് ഹോസ്പിറ്റൽ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റേ ഉള്ളൂ മാഡം. എങ്ങനെയാണ് പ്രസവം എടുക്കുക? നോക്കണം, ബാക്കി ഒരുപാട് MBBS ഡോക്ടർമാർ ചുറ്റുമുണ്ട്. എന്നിട്ട് പ്രസവം എടുക്കാൻ ആത്മവിശ്വാസമില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോവുക? നിങ്ങളെല്ലാം വളരെ എന്തൂസിയാസ്റ്റിക്കാണ്. ഞാൻ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ടീച്ചറായത് കുറച്ച് സൈക്കോളജിയൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. ആ ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ നേടിയ ബിരുദം ചെറുതല്ല. ഒരു PGയും നേടിയിട്ടില്ലെങ്കിലും 5 വർഷത്തെ നിങ്ങളുടെ പഠനം വളരെ ബൃഹത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെയ്യുക എന്ന് പറയുന്ന എല്ലാവർക്കും നല്ല സന്തോഷമുള്ള നല്ല ഒരു ജീവിതം, അന്തസ്സുറ്റൊരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. Thank you, ma'am, for your inspiring speech. I am sure that our graduates will take the essence of it for the betterment of our society. May I now request our Dean Sir, Dr. Gopakumaran Karta, a truly uplifting personality, to take over the proceedings and administer the oath to the graduating students. I request the entire 2K16 batch to rise for the oath-taking ceremony. Dear young graduates, this is a time for Hippocratic oath. Please stretch your right hand forwards and repeat what I say. I solemnly pledge to consecrate my life to the service of humanity.
I will give to my teachers the respect and gratitude that is their due. I will practice my profession with conscience and dignity. The health of my patient will be my first consideration. I will respect the secrets that are confined to me even after the patient has died. I will maintain by all the means in my power the honor and the noble traditions of the medical profession. My colleagues will be my brothers and sisters. I will not permit considerations of age, disease or disability, creed, ethnic origin, gender, nationality, political affiliation, race, sexual orientation, social standing, or any other factor to intervene between my duty and my patient. I will maintain the utmost respect for human life. I will not use my medical knowledge to violate human rights and civil liberties even under threat. I make these promises solemnly, freely and upon my honor. Thank you. May I now request our Dean Sir to announce tassel shifting. I request Dean Sir to announce tassel shifting. The respected dignitaries on the dais, the chief guest, our beloved former Honorable Health Minister, Shailji Teacher, the guest of honor, Dr. Iqbal, our beloved Chairman, Padma Shri Dr. Azad Mupen, Vice Dean Dr. Kamath, Medical Superintendent Dr. Manoj, the young graduates and their proud parents. I think all the essential things have already been shared. The motivations is already in place. Now it's your responsibility to lift the occasion and serve the humanity. All my previous speakers rightly mentioned that the responsibility of an Indian medical graduate. Now we have redefined the responsibility of the doctors who are coming out from the country. We all know that from 2019 onwards, there is a lot of redefining the medical curriculum. Now we've actually started looking upon us, where exactly we went wrong. As rightly mentioned, Shailji teacher പറഞ്ഞതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടും ഒരു ആത്മവിശ്വാസക്കുറവ്, ഒരു ബേസിക് ഗ്രാജുവേറ്റിന് രോഗികളുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഇടയിൽ വളരെ ആർജവത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും ചികിത്സിക്കുവാനുള്ള ഒരു അധൈര്യം, അതാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നതും അത് വിവക്ഷിക്കുന്നതും ഇറ്റ് ഈസ് യു ആർ കോമ്പിറ്റൻ്റ് ഇനഫ് ടു ഡെലിവർ the promotive, preventive and curative care of the downtrodden in the community. Are you confident enough to go to a premise or to a place where the facilities are so limited, so restricted? Do you have the confidence? That is the most important objective of the modern medical education. For that, you have to redefine, you have to mold yourself
in different planes. If I quote Vivekanandan, he rightly mentioned that the education is something which is changing, not only in your hands, where your dexterity comes, where your skill comes. It is actually starting from your heart, your compassion, your values. And later only it comes into your head, where your thought process, your intelligence, your knowledge, your discretion, all those comes. And you have to improve in all these three defines: head, hand, and heart. If you are successful in this area, I can guarantee you that you are actually going to be definitely the best doctors the poor India is looking forward. As our honorable chairman rightly mentioned, that you are in a terrible race. Terrible race means we cannot even extrapolate our logic how the information technology is leaping forward, how early or quickly the human doctors are going to be replaced by your AI and ML and other sophisticated encrypted technology. Yes, that is a challenge. But we know that human beings were never ever defeated by any technology. When computer came, we all thought that actually human beings are going to be replaced. We are all going to be jobless. We will be having a bunch of wandering youngsters here and there. No, it never happened so. We actually now started developing newer and newer software, and we actually tried to give the maximum from the humankind. I'm 100% sure that the next generation doctors is definitely going to use all the technology tools, all the investigation tools, which is definitely abreasting the technology, where you can go into the different plane altogether. As rightly mentioned, that the doctor-patient relationship is entirely is going to be changed. It is not the patients who are coming to the hospital and getting treated by doctor. It is not so. The whole healthcare system is going into each doorstep and going to cater their all services. So switching to new technology, identifying the digital health domain, all these things are actually the necessity of the era. My humble request is, please keep updated your knowledge, not only in your health science and also in all the other auxiliary fields where the healthcare system is standing together. Like the digital technology, imaging devices, all those things are new drug delivery systems, modification of medical devices. I am so glad that our institution is a recognized clinical trial center by ICMR, only the second in the state. There's a lot of opportunity for the young doctors coming forward. And this particular institution is a tertiary care institution which is situated relatively a marginalized, or I cannot say it's backward district. It is not ill-developed district. There is a lot of opportunity there. Lot of chances are there. So I request, after graduation, don't say goodbye to this district. Come back and serve this district. They definitely want you back here. The healthcare system here, it is not that developed compared to other districts. We all know that because of lot of hurdles, the geographical domain or the terrain itself, acceptability of the population, 20% of the tribal, there are a lot of need from your side. So please don't go away, come back to us and serve our people. And I know that you will be the brand ambassador of the Astro Group of institutions and having all the values. And I wish you all the best and all the fortunes. And you're all going to be the best doctors we can have. Thank you once again. Jai Hind. Thank you, sir. Dear batch of 2K16, now you have all received your degree certificates and are all officially graduates. To symbolize this, you can all stand up and switch the tassel from left to right. I request you all to stand and perform the same on the count of 3.
1, 2, 3. Congratulations 2016 batch. May I now request our chairman, Padma Shri Dr. Azad Mupin, who has played a major role in the growth of our college over the last few years by means of his meticulous approach to the task he's faced with. And I'd also like to invite our executive trustee, Mr. U. Bashir, to present the mementos to our esteemed guests. Student Affairs, Kerala University of Sciences, respected Chairman Padma Shri Dr. Azad Mupin, our beloved Dean Dr. Gopakumar Karta, Medical Superintendent Dr. Manoj Narayan, dignitaries of the diet, invited guests, HODs, faculty members, the newly graduated 2K16 batch doctors and their proud parents. Good evening to you all. At the outset, I would like to congratulate all the young doctors who have graduated today. As a teacher, I feel proud, and also it gives me immense pleasure to see my student clearing the MBBS and leaving this institution with a flying color. I always insist on a high academic performance by each student. I think possibly most of the students don't like me because I insist on that, but still I keep insisting it so that because I want you to become a good doctor. Till now, you are in a very protected environment. You have been in a class teaching and with the faculty members guiding you. Now today, as a full-fledged doctor who are stepping into the open society where there is a lot of competition. So you have to hear afterwards, you have to make your own path and you have to find how to succeed in the life. A career as a doctor needs a lot of dedication and commitment. So nothing can beat hard work. So if you, with the dedication and hard work, you can achieve whatever you are dreaming. Most of you may be dreaming to become specialist, super specialist. So everything is possible provided you are dedicated to the profession and you are committed and if you put in hard work. I want you all to become a good doctor. Successful doctor is different. A good doctor is the one who can serve the humanity. Now to become a successful doctor, I think three things is important. That is, one is a good academic knowledge or a theoretical knowledge. You all know the saying that eyes can see, only mind thinks. So if you don't know something about the disease, you will not be able to identify the disease or make a diagnosis in a patient. So therefore, high level of academic knowledge is very, very important. Second, the clinical acumen. Because we give least importance to the clinical acumen, that is why the CBME curriculum has started to make you learn most of the professional skills, very, very essential for a basic doctor.
Now, nothing can replace clinical medicine, I can tell you. Whatever investigation can come, robotics can come, but clinical medicine has stood the test of time and it will going to stay. Therefore, please try to improve your clinical equipment and also professional skills. Now, to learn, you can learn from seniors, even you can learn from juniors. There should be no hesitation to learn from juniors also. The third thing I feel that good communication skill. Unless you win the confidence of the patient, you cannot treat him. If the patient trusts you, I can tell you 50% of the disease gets cured by itself. So therefore, develop a good communication skill so that you can always convince the patient and cure him. As already told by our chairman as well as dean, the medical knowledge is expanding every day. The concept of understanding the disease is changing. Newer diagnostic modalities being added, newer drugs are coming. So unless you keep yourself updated, you will be left out and you will not be able to progress in this career as a doctor. Therefore, you keep improving or getting updated either by reading journals or attending conferences or reading the newer textbooks. The last one I would like to say, maintain a high level of professional ethics. Don't talk anything ill about your colleagues to a patient. Because this sort of a will usually, in the long run, it will harm you rather than doing anything. So therefore, don't talk anything ill about your colleague or the doctor, other doctor who may be even a competitor for you. You should never talk anything ill about the other doctor. At the same time, you should be truthful to the patients. So this professional ethic, you should always keep in mind to become a successful doctor. Once again, I would like to congratulate you all for achieving this feat and wish you all the best in your future endeavor. Thank you. Jai Hind. Thank you, sir. May I now request the Medical Superintendent, Dr. Manoj Narayanan, to speak a few words. ഏറ്റവും ബഹുമാന്യായ നമ്മുടെ വിശിഷ്ടാതിഥി MLA, പൂർവ്വ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ, KUHS Students Affairs Dean Dr. Iqbal, Guest of Honor, most respected beloved Chairman Dr. Azad Moopen, respected Dean Dr. Karta, Vice Dean Dr. Kamath, trustees, friends and relatives of Aster, my dear colleagues, heads of departments, and most of all, ഇന്നത്തെ താരങ്ങളായ യുവ ഡോക്ടർമാരെ, അവരുടെ അഭിമാനപൂരിതരായ രക്ഷിതാക്കളെ, വർഷങ്ങളോളം ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ, പാതിരാത്തിരി കത്തിച്ചുകൊണ്ടും പ്രഭാത ഭക്ഷണം കഴിക്കാതെയും നേടിയെടുത്തിരിക്കുന്ന ഈ ഒന്നാമത്തെ കടമ്പ കടക്കലാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള അതിവിശാലമായ സാധ്യതകളെക്കുറിച്ച് ഇതിനകം ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇപ്പോൾ കിട്ടിയ ഏതാനും നുറുങ്ങുകൾ മാത്രം കൊത്തിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ഐശ്വര്യങ്ങളും സമൂഹത്തിനും രാജ്യത്തിനും നിങ്ങളെക്കൊണ്ടുള്ള എല്ലാ സേവനങ്ങളും ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ കൊടിക്കൂറ, ദ ഫ്ലാഗ്, കീപ്പ് ഇറ്റ് ഫ്ലൈയിങ് ഹൈ അക്രോസ് ദ ഗ്ലോബ് എന്ന് ആശംസിക്കുമ്പോൾ 3 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ബഹുമാന്യായ വിശിഷ്ടാതിഥി വൈദ്യവും രാഷ്ട്രീയവും എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഒരു കാര്യം മാത്രം ഞാൻ ഉദ്ധരിക്കാം. We have a habit of quoting forefathers in medicine, among which one which is oft quoted is Rudolf Virchow. What he stated is, medicine is a social science
വൈദ്യം ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. ആൻഡ് പൊളിറ്റിക്സ് ഇസ് നത്തിങ് ബട്ട് മെഡിസിൻ ഇൻ എ ഗ്രാൻഡ് സ്കെയിൽ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വൈദ്യം അതിൻ്റെ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വൈദ്യവൃത്തി നടത്തുന്നതാണ് രാഷ്ട്രീയം എന്നാണ്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ചില മേഖലകളിലെങ്കിലും വളരെ വ്യക്തമായി കാണുന്ന കക്ഷി രാഷ്ട്രീയമല്ല എന്നും മനസ്സിലാക്കണം. ഓരോ രോഗിയെ കാണുമ്പോഴും രോഗിയെ പരിചരിക്കുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ മാനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ടീച്ചർ വ്യക്തമാക്കിയത്. അവർ വേറൊരു കാര്യം കൂടി പറയുകയുണ്ടായി. പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഈ ഒരു ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളൊരു ധാരണ, അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ തന്നെ ഒരു അനിയത്തിയുടെ 4 വർഷങ്ങളിളയ അനിയത്തിയുടെ ഒരു രക്ഷിതാവ് എനിക്ക് പരിചയമുള്ള ആൾ ഇവിടെ വരികയുണ്ടായി. അദ്ദേഹം 2 പ്രധാനപ്പെട്ട സംശയങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഒന്ന്, ഇളയ കുട്ടിയുടെ നീറ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്ക് വന്നിട്ടില്ല, അതിൻ്റെ മാർക്ക് ഇത്രയാണ്, സാധ്യത കുറവാണ്, റിപ്പീറ്റ് ചെയ്യണമോ എന്നുള്ളൊരു ശങ്ക. ഞാൻ പറഞ്ഞു ഇനി ഏതായാലും കുറച്ചുകൂടി ദിവസങ്ങൾ തീരുമാനിക്കാനുണ്ട്, ആഴ്ചകളോ മാസങ്ങളോ ഉണ്ടാകാം, അതിനെക്കുറിച്ച് സുചിന്തിതമായൊരു തീരുമാനമെടുക്കുക. ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് നീറ്റ് ഫോർ മെഡിസിൻ അതിനുവേണ്ടിയാണ്. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്, ആ ഇളയ കുട്ടിക്ക് തോന്നുകയാണ് അത് തന്നെയാണ് എൻ്റെ വഴി എങ്കിൽ അതിലേക്ക് പോകാം. ആ അവസരത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചോദിക്കേണ്ടായി. മൂത്ത മകൻ ഹെൽത്ത് സർവീസിൽ അസിസ്റ്റന്റ് സർജനായി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ താല്പര്യം കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ്. HOD ഡോക്ടർ സുദർശന മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പലരും നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. അയ്യോ അതെന്ത് PG എടുക്കുകയാണെങ്കിൽ ഇതാണോ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആരോഗ്യം, പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഇന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ശാഖയാണ്. സർ മതി, എനിക്ക് സമാധാനമായി, തീർച്ചയായിട്ടും അവൻ്റെ ആ ഒരു ആഗ്രഹത്തെ ഞാൻ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്തു കൊള്ളാം എന്ന്. അപ്പം ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിൽ പ്രാഥമിക തലത്തിൽ പ്രൈമറി കെയറിലേക്ക് പോകുമ്പോൾ ദ റോൾ is always there. We have developed to any height. Even it is quaternary medicine, even beyond that, telemedicine or robotic medicine. But primary care will always remain so. പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് മാത്രമല്ല, അതിന് ഈ MBBS ഡിഗ്രിയും അതിൽ ലഭിക്കുന്ന അറിവുകളും പരിചയവും ധാരാളമാണ്. അതിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയും ഇനി അഥവാ PGക്ക് പോവുകയാണെങ്കിൽ തന്നെ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദാനന്തരം ബിരുദവും മറ്റും കഴിഞ്ഞതിന് ശേഷം വൈദ്യവൃത്തി നടത്തുമ്പോൾ അതിൽ ഏറ്റവും നല്ല നിലയിൽ ശോഭിക്കുവാനും അത് ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമാകുവാനും ഈ പ്രാഥമിക തലത്തിലുള്ള പ്രവൃത്തി പരിചയം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അത് ബഹുമാനപ്പെട്ട ചെയർമാൻ, ഡീൻ, വൈസ് ഡീൻ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി. The communication skill and history taking. So more than 80% of the diagnosis can be made by going into a very detailed history. So develop that habit of taking a very detailed history as applicable to the presenting problems of the patient. എന്ന് വെച്ചാൽ ആദ്യം you lend your ears. ഒരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. തുടർന്ന് അങ്ങോട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി ഏറ്റവും അവസാനമായി വൈസ് ഡീൻ പറയുകയുണ്ടായി. ടു കീപ് ദി എത്തിക്സ് ഇൻ മെഡിസിൻ, ദറ്റ് മൊറാലിറ്റി ഇൻ മെഡിസിൻ, യു ജസ്റ്റ് ഗോ ത്രൂ ദി ഓത്ത് ജസ്റ്റ് ഡൺ ബൈ യു ആൻഡ് കീപ് ഇറ്റ് ഇൻ വേർഡ് ആൻഡ് ഡീഡ്. അക്ഷരത്തിലും പ്രവൃത്തിയിലും അത് പാലിക്കുകയാണെങ്കിൽ ഭാവി ശോഭനമല്ലാതെ മറ്റൊന്നും ആവുകയില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും അതിശോഭനമായ ഭാവി വൈദ്യവൃത്തിയും അതോടൊപ്പം തന്നെ ജീവിതവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.